ഇത് സ്വർണം പൂശിയതാണെന്നാ എനിക്ക് തോന്നണത്. പിന്നെ 2 പവനാ, 2 പവൻ. ഏതായാലും എന്റെ കയ്യിലിരിക്കട്ടെ. കായില്ലാണ്ടാവുമ്പോ പണയം വെക്കാല്ല. പിന്നെടാ മോനെ, കൊതിച്ചോ? ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. പെട്ടിയുടെ അടിയില് സൂക്ഷിച്ചു വെക്കും. നിന്റെ അച്ഛനത് വിൽക്കും, നോക്കിക്കോ. അച്ഛൻ വിൽക്കണമെങ്കിൽ വിറ്റോട്ടെ. പാവം. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്തെല്ലാം ചെലവ് വരുമെന്നറിയോ? ബുക്സ് തന്നെ എത്ര എണ്ണം വേണമെന്നറിയോ? ആലോചിക്കുമ്പോ പേടിയാവുക. ഇതൊക്കെ എങ്ങനെയാ ഞാൻ പഠിച്ചെടുക്കാൻ ഈശ്വര? ഓ, പുസ്തകം വായിച്ച് പഠിക്കണത് മലമറിക്കണ പണിയാണ്. എന്നിട്ട് ഈ പറയുന്ന ആളെന്താ 6ാം ക്ലാസ്സിൽ തോറ്റു തൊപ്പിയിട്ട് നിർത്തിയത്? ഓ, അതെനിക്ക് മടിയായിട്ടാണ്, അല്ലാതെ ബുദ്ധിയില്ലാണ്ടൊന്നുമല്ല. കടലിൽ കിടക്കണ മീനെ പിടിക്കാമെങ്കിൽ പിന്നെ ഒരു 10ാം ക്ലാസ് പാസ്സാകാനാണ് വിഷമം. പഠിച്ചിട്ടിപ്പ എന്തിനാണ്? വെളുത്ത കുഞ്ഞുവല്യച്ഛന്റെ മോൻ ദിവാകരേട്ടൻ 10 ജയിച്ചപ്പോ എന്തായിരുന്നു പുകില്? പിന്നെ അവന് മീന്റെ മണം കേൾക്കണ തറപ്പായിരുന്നു. പോസ്റ്റ്മാനായിട്ട് ജോലിയും കൂടി കിട്ടിയപ്പോ പവർ പറയാനുമില്ല. നല്ല പെയ്ത്താണെങ്കിൽ അയ്യാക്കൊരു മാസം കിട്ടണ കായ എനിക്കൊരാഴ്ച കൊണ്ട് കിട്ടും. എന്നാലും ഉദ്യോഗത്തിന്റെ ഒരു ഡിഗ്നിറ്റി. ഓ, നിനക്കപ്പ അതാണ് വലുത്. ചുമ്മാതല്ല ഇപ്പൊ എന്നെ കണ്ണിപ്പിടിക്കാത്തത്. അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്ക്, ഞാൻ ഒഴിഞ്ഞോളാം. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു ചെക്കൻ എന്തിനാ ഇങ്ങനൊക്കെ ചിന്തിക്കണേ? അല്ല, ഞാൻ പറയാണ്, കായുണ്ടെങ്കിൽ എല്ലാ പവറും ഉണ്ട്. മാടക്കാത്രയിലെ പപ്പനാവനറിയാൻ എന്താണ് മോശം? കാറ്, ബോട്ട്, കൊട്ടാരം പോലൊരു വീട്, അവിടെ വലിയ വലിയ ആഫീസർമാര് ദിവസവും വന്ന് കണ്ടു പോണ്. അയ്യാക്ക് അതിന് മാത്രം പഠിപ്പുണ്ടാ? MLA വരെ ആയില്ലേ മൂപ്പര്? എന്നാ പപ്പനാവനറിയാനെ പോലെ ഒരു MLA ആവ്. ആ, നീ കളിയാക്കൊന്നും വേണ്ട. ഒരു 4-5 കൊല്ലം കൂടി കഴിയട്ടെ, ഞാനും ഒരു ബോട്ട് വാങ്ങും, പുറംകടലിൽ പോയി വാരും. എന്നിട്ട് പപ്പനാവനവന്റെ മക്കളെ പോലെ സിലിക്കിന്റെ ജുബ്ബായും മുണ്ടും കഴുത്തിലൊരു സ്വർണത്തിന്റെ ചങ്ങലയും ടീസറും വലിച്ച് രാഘവനി കടാപ്പുറത്തൊന്ന് വലസും. അപ്പൊ ഈ പാവങ്ങളെ മറക്കുവോ? നിന്നെ ഞാൻ വന്നുകൊണ്ടുപോകും. ഇവിടുന്നൊക്കെ പോണ നമുക്ക് ഒരു മലേന്റെ നടുക്കൊരു വീട് വെക്കണം. ഓടിട്ട ഒരു വീട്, നിറച്ചു പൂക്കളും പച്ചച്ച പുല്ലും ഒക്കെ നട്ടുപിടിപ്പിക്കണം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 100 കൊല്ലം അവിടെ ജീവിക്കണം നമുക്ക്. അയ്യോ, അച്ഛനാന്ന് തോന്നണേ, നമുക്ക് പോവാ. നീ വയ്ക്കോ, ഞാനിവിടെ ഇങ്ങനെ കിടക്കും നാളെ നേരം വെളുക്കണവരെ. ഒറ്റയ്ക്കോ? ഒറ്റക്കല്ല, എന്റെ പെണ്ണിന്റെ കൂടെ. കണ്ണടച്ച ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കിടക്കും. എല്ലാ രാത്രിയും ഞങ്ങൾ ഒരുമിച്ച. ഏത് പെണ്ണ്? ദാ നിക്കണ്, ദാ ഇപ്പൊ കാണാം. എന്റെ നെഞ്ചത്തങ്ങനെ പറ്റി കിടക്കുകയാണ്. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. കരളേ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴകാമെന്നഴകേ നിന്നിലെ നീർമണി കുളിരിൽ തൂവരുതേ. കരളേ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ.
തുറയുണരുമ്പോ മിമ്പലകളുലയുമ്പോ തരിവളയിളകും തിരയിൽ നിന്നൊഴി കേൾക്കേ ചെന്താരകത്തൂവാടിയിൽ താളം വിളങ്ങി ഏഴാം കടൽ തീരങ്ങളിൽ ഞാനൊരുങ്ങി രാവിൻ ഈണവുമാ ആരോ പാടുമ്പോ ഒരു വെൺമുകിലിനു മഴയിതലേകിയ പൂന്തിരയഴകിനു ഇണയഴകാമിനി അഴകേ വിരഹവേള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവൻ പങ്കിടാൻ ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു നിനയഴകാമെന്ന് അഴകേ നിന്നിലെ മണി കുളിരിൽ പോവരുതേ കരളേ നീ എന്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ. കോളേജിൽ ചെല്ലുമ്പോ അച്ഛനോട് ഇംഗ്ലീഷ് വല്ലതും ചോദിച്ചാൽ കുഴഞ്ഞു പോകും കേട്ടാ. മറുപടി പറഞ്ഞേക്കണം. അച്ഛനോട് ഇംഗ്ലീഷിലൊന്നും ചോദിക്കില്ല. ഒന്നുകൂടെ അങ്ങാട്ട് മിനിങ്ങട്ടെ. അച്ഛൻ ഒരു മുണ്ടും കുപ്പായവും കൂടെ മേടിക്കണം. ചുളുങ്ങാത്ത ഒരു മുണ്ട്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, ഭാഗ്യം. കോളേജിലൊക്കെ വരുമ്പോ വെളുത്ത മുണ്ടും കുപ്പായോട്ട് മെനക്ക് നടന്നില്ലെങ്കിൽ എന്റെ മുത്തിന് മോശപ്പേരാണ്. കൂട്ടുകാരിക്കടെ കൂടെ മകള് നടക്കുമ്പോ വഴിയിലെങ്ങാനും വെച്ച് കണ്ട കുപ്പായം മുഷിഞ്ഞതാണെങ്കിൽ അച്ഛൻ മുണ്ടാനും പറയാനും ഒന്നും നിൽക്കുകയല്ല. അച്ഛനാണെന്ന് മകള് കൂട്ടുകാരോട് പറയാൻ വേണ്ട. അച്ഛൻ ഇതെന്താ ഈ പറയണേ? ചെങ്ങായിമാരൊക്കെ അറിഞ്ഞ എന്റെ മകൾക്ക് മോശപ്പേര. അപ്പോ ഇതൊക്കെയാണ് അച്ഛന്റെ മനസ്സിലല്ലേ? കുപ്പായം മുഷിഞ്ഞെന്ന് വെച്ച് എന്റെ അച്ഛനല്ലാതാവോ? എന്നെ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണേ? ഇനി മേലൽ ഇതുപോലൊക്കെ പറഞ്ഞ എനിക്കറിയാം. പഠിപ്പും എല്ലാം ഞാൻ അവസാനിപ്പിക്കും. എന്താണ് കുപ്പായം തേച്ച് മേക്കണുണ്ടല്ല? വല്ല കല്യാണത്തിനും പോണാ? അതാ കോളേജിൽ പോണാ? ഈ മുണ്ടിലും കുപ്പായത്തിലും ഒന്നും ഒരു കഥേവില്ലടാ. വെള്ളം കൊണ്ടുകൊടുത്താ വയസ്സറേട്ടാവുക ഇല്ല. ഉടുത്താലും ഉടുത്തില്ലേലും നമ്മ മക്കളെ അച്ഛൻ തന്നെയാണല്ലേ മകളെ. എന്നാലും നമ്മ മോശക്കാരനാകരുതല്ല. ഞാനിരി ഇരിക്കടാ. ആ ഞാൻ ചെന്നിട്ട് അത്താഴം വിളമ്പൊന്നും പറഞ്ഞിരിക്കുമെന്ന് ഭാർഗവി. നമ്മള് രണ്ടാളും കൂടിയാ നേരം വെളുപ്പിക്കുമെന്ന് അവക്കറിയാം. ഇതെന്താണ് മിനിങ്ങില്ലെന്ന് തോന്നണല്ല. ആ മീനെങ്ങാൻ എവിടുന്നാണ്? 175 രൂപയുടെ മീനാണ് കിട്ടിയത്. 18 ആള്. ഒരാൾക്ക് എന്നാ കിട്ടാനാ? പിന്നെ ഭാർഗവിയുടെ കയ്യിൽ നിന്നൊരു 10 രൂപ വാങ്ങിച്ച് 100 ചാരായം അടിച്ച് വെറുതെ മണപ്പിക്കാമെന്നല്ലാതെ നമ്മക്ക് 100 എന്നാ ചെയ്യാനാ? ഇതങ്ങോട്ട് വെച്ചേ. ഇതെന്താണിത്? മകക്കട കാര്യത്തിന് കായ് കുറച്ചു മതിയാ. അതിരിക്കട്ടെ. നീ തിന്നാൻ പറഞ്ഞ പോലെ നോക്കണമെന്താണ്? ആവശ്യത്തിനുള്ള കാശ് എന്റെ കയ്യിലുണ്ടടാ. പൊങ്ങച്ചൻ പറയരുതേ കേട്ടാ. പിന്നെ നീ എന്തിനാണ് പുള്ളാച്ചനോട് കായ് കടം ചോദിച്ചത്? അതൊരു ഉറപ്പിന്. ഇതുറപ്പിന് പറ്റുകയല്ലേ? കൈ കാശില്ലാത്തപ്പോ നീ കടം മേടിക്കേണ്ട കാര്യമുണ്ടാ? കാര്യത്തിനല്ലേ മേടിച്ചത്. കൈ കിട്ടുമ്പോ അങ്ങാട്ട് കൊടുക്കണം. കടലിൽ മീനുള്ളപ്പോ പിന്നെ എന്താന്ന്? പിന്നൊരു ചാകരയ്ക്കുള്ള കോള് കാണുന്നുണ്ട്. ഒവ്വ. ആ നമ്മക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. മകൾ എന്നാണ് കോളേജിൽ ചേരണത്? 3-ാം തീയതി ഇന്റർവ്യൂ. അവന് കൊടലി തീ പിടിച്ച്
വരുമെന്നോർത്തിരിക്കുകയായിരുന്നു. കൊച്ചുരാമൻ പറയണ പോലെ ഒരു ചാകരക്കോള് കിട്ടിയാതുമ്മ ജയിച്ച്. കടലമ്മക്കറിയാ അച്ഛനെ മകളെ. But Minnie now understood the meaning of the word father-in-law, and she could not answer him as of old. She blushed at the question and she stood before him, and she blushed at the question and stood before with her bride-like face bowed down. I remembered that day when the Kabuliwala... Hi! എന്താ ഇത്? ആളെ കണ്ടിട്ട് അറിയണില്ലല്ലോ. ചാകരക്കോള്.
പുത്തനാണ്. ലൈറ്റ് കളർ എടുത്താ മതി എത്ര വട്ടാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കടുത്ത നിറാണ് ഇഷ്ടം. മറ്റേ ടേസ്റ്റ് പോവില്ലല്ലോ. നീ ഒരു കെട്ടിലമ്മ. പിന്നെയുണ്ടൊരു സൂത്രം. എന്താ അത്? ഹായ്, വാച്ചോ? ഞാൻ വിചാരിച്ചു കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവുന്ന്. ഇനി അത് പോരല്ല, ഇനി ഉഴപ്പിലിറക്കാൻ പറ്റൂല. വോട്ട് വാങ്ങണം, കുടിവെക്കണം, പിന്നങ്ങനെ പലതും. കുറച്ച് കായ് ഞാൻ ബാങ്കിലിട്ട്. അപ്പോ നന്നാകാൻ തീരുമാനിച്ചിരിക്കാണ്. അച്ഛാ, രഘു വാച്ച് വാങ്ങി. വാങ്ങിച്ചിട്ട് എന്തിനാണ്? സമയം അറിയണമെങ്കിൽ മേലാട്ട് നോക്കണം. വായന നിന്നപ്പോഴേ ഞാൻ വിചാരിച്ച് ഇപ്പം വന്ന് കാണുമെന്ന്. നീ പോയിരുന്ന് വായിക്കണേ. രാഘവൻ ഇരിക്കാൻ പോണേണാ? ദേ, നിങ്ങയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അവ ഇപ്പൊ ഒന്നിനും രണ്ടിലും പഠിക്കണ കൊച്ചു പെണ്ണൊന്നുമല്ല, കോളേജിലാണ്. ഒരു കുന്നാത്രം പഠിക്കാനുണ്ട്. പഴയ പോലെ ഇനി കളിച്ചു നടക്കാനൊന്നും അവക്ക് സമയമില്ല. എന്റെ പൊന്നുമകൻ വീട്ടിലാട്ടും. ചെല്ലേ, നീ വായിക്കടി. പറഞ്ഞാ പിടിക്കുകയല്ല. ഇപ്പോഴും കൊച്ചു കൊച്ചുങ്ങളാണെന്നാണല്ലോ ആ വിചാരം.